ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വം ഇതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിതപദാം. എങ്ങനെയാണ് ജീവൻ മുക്താവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരുന്നത്? ആദ്യം ഇതിലെ ആദ്യത്തെ 2 വരികളിലെ ഭവാനി എന്ന പദം 2 പ്രാവശ്യം ഉച്ചരിച്ചിട്ടുണ്ട്. ആദ്യം എന്താ? ഭവാനി എന്ന് വിളിക്കുകയാണ് ആദ്യം ചെയ്ത്. ഭവാനി, നിന്റെ ദാസനിൽ കൃപാകടാക്ഷം ചൊരിയണമേ എന്ന് ഉച്ചരിക്കുന്നതിനായിട്ട് ഒരാൾ ആരംഭിക്കുന്നു. ദുർഘടമായ ഭവസാഗരത്തിൽ വട്ടം കറങ്ങുന്ന ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഉള്ളുരുകി വിചാരിച്ചിട്ട് ഭവാനി നിന്റെ, ഭവാനി ത്വം ദാസേ എന്ന്, അത് ദാസേന്ന് എത്തുന്നില്ല, ഭവാനി ത്വം, ഭവാനി നിന്റെ എന്ന് പറയുമ്പോഴേക്കും ആ വാക്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ദേവി അവന് തൻ്റെ സായുജ്യ പദവി, അതാണ് ഭവാനിത്വം, താനുമായി തന്മയീഭവിച്ചിട്ടുള്ള ഭവാനിത്വം അവന് നൽകി കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭവാനിത്വം എന്ന് പിരിച്ചു പറയുന്നത് ആദ്യം, രണ്ടാമത്തെ വരിയിൽ ഭവാനിത്വം എന്ന് കൂട്ടി പറഞ്ഞു. ഒരേ വാക്ക് കൊണ്ട് 2 അർത്ഥം യോജിപ്പിച്ച ആ വാക്ക് 2 പ്രാവശ്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കവിത്വത്തിന്റെ ഭംഗിയാണ് കാണിക്കുന്നത്, അറിവിന്റെയും കവിത്വത്തിന്റെയും. അതാണ് ഒറിജിനലായിട്ട് കിട്ടുന്ന കവിത്വം എന്ന് പറയുന്നത്. അതല്ലാതെ അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, അത് താനേ വരണം. അതാണ് അങ്ങനെയുള്ള ആ സായുജ്യ പദവി, ബ്രഹ്മാവിന്റെയും ഇന്ദ്രന്റെയും ശുദ്ധമായ കിരീടങ്ങൾ സ്പർശിച്ച് മിന്നിത്തിളങ്ങുന്ന ആ ദേവീപാദം അപ്പോഴേക്കും ഉപാസകന്റെ ചിത്തത്തിൽ പതിച്ചു കഴിഞ്ഞു. ഇനി അവിടുന്ന് അതിനും അവിടെ സ്ഥിരമായി, ചിത്തത്തിൽ പതിച്ച് സ്ഥിരമായി ആ പാദം. ജീവൻ മുക്തനായി വിഷ്ണുപദം പ്രാപിക്കാൻ പത്മനാഭ സഹോദരിയായ ആ ദേവി ആ ഉപാസകനെ അങ്ങനെ സഹായിക്കുന്നു. ദേവി ഭവാനിയാണ്, ഭവകാരിണിയായ ദേവി തന്നെയാണ് ഭവനാശിനിയും. ഭവത്തെ ഉണ്ടാക്കുന്നതും ദേവിയാണ്, ഭവത്തെ നശിപ്പിക്കുന്നതും ദേവിയാണ്. സംസാരം ഉണ്ടാക്കുന്നത് ദേവി, സംസാരത്തെ നശിപ്പിക്കുന്നതും ദേവി. ജപം, ഹോമം മുതലായ ബഹിരനുഷ്ഠാനങ്ങളൊന്നുമല്ല അവിടെ ആവശ്യം. അന്തര്യാഗമോ ബഹിര്യാഗമോ വേണ്ട. പിന്നെ എന്താണ് വേണ്ടത്? ഉള്ളഴിഞ്ഞോലുന്ന ഭക്തി മതി. അതുകൊണ്ടാണ് ഭവാനി ത്വം ദാസ്, നിന്റെ ദാസനിൽ കൃപാകടാക്ഷം ചൊരിയണമേ എന്നുള്ള ഭക്തി, ആ ഉള്ളിലെ ആന്തരമായ ആ ഒരു പ്രേമം. ഭക്തി എന്ന് പറയുന്നത് ഇവിടെ പ്രേമത്തിനെയാണ്. നിരതിശയമായ പ്രേമം ദേവിയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രേമം കൊണ്ട് തന്നെ മുക്തി കിട്ടും. അത് ഭാഗവതത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ ദേവിയിൽ ഭക്തിയും പ്രേമവും വരുമ്പോഴേ നമുക്ക് വിഷ്ണുപദത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. വിഷ്ണു മായയിൽ കൂടെ അല്ലാതെ വിഷ്ണുവിൽ എത്താൻ സാധിക്കില്ല എന്നുള്ളതാണത്. നാരദ ഭക്തി സൂത്രത്തിലും ഇതേ ആശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രേമത്തിന്റെ, ആ ഭക്തിഭാവത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു എന്താ പറയുക, അതിന്റെ ശക്തി, മനോഹരമായ ശക്തി അത് നാരദ ഭക്തി സൂത്രത്തിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ അനുഭവം അപ്രാപ്യമായ ഒരു അനുഭവമാണെന്ന് 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾ, 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ആളുകൾ, പുതിയ ശാസ്ത്രജ്ഞന്മാരടക്കം വിചാരിക്കുന്നുണ്ടാവാം. മാത്രമല്ല ഇത് ഉണ്ടായവർക്കൊക്കെ വട്ടാണെന്നും വിചാരിക്കുന്നുണ്ടാവാം അവര്. ഇതാണ് 2 രീതിയിലാണ്. ഒന്ന് അപ്രാപ്യാണ്, അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്രാപ്യാണ്. ഇനി അഥവാ വല്ലവർക്കും കിട്ടിയെന്ന് കണ്ട അത് എന്തോ അവർക്ക് തലയ്ക്ക് ലേശം കുഴപ്പമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ശാസ്ത്രത്തിന്റെ രീതി. പക്ഷേ ഇത് ഇത് അപ്രാപ്യമായ ഒരു അനുഭവമല്ല ആർക്കും. പക്ഷെ അതിനൊരു ജീവിതചര്യ വേണം. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഡിഗ്രി കിട്ടണമെങ്കിൽ 5 വർഷം നിങ്ങൾ പഠിക്കണ്ടേ? അതുപോലെ ജീവിതകാലം മുഴുവൻ ഒരു ചിട്ടയോടെ, ധർമ്മത്തോടെ, ചര്യയോടെ ജീവിച്ചാലേ ഇത് ലഭിക്കുകയുള്ളൂ. അത് ഒരു ദിവസം 2 വർഷം 3 വർഷം ജീവിച്ചാൽ പോരാ. ജീവിതകാലം മുഴുവൻ ആ ചിട്ടയോടെ ജീവിക്കണം. അത് സാധിക്കാത്തതുകൊണ്ടാണ് അത് അപ്രാപ്യമായിരിക്കുന്നത്. അങ്ങനെ സാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു പാഠമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി പുതിയ ബുദ്ധിജീവികൾക്ക് ഇല്ല എന്നല്ലാതെ യാതൊരു അർത്ഥവും ഞാൻ അതിൽ കാണുന്നില്ല. കാരണം ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന എന്നെ പോലുള്ള ആളുകൾ, ഞാൻ മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് വട്ട് എന്ന് പറയണമെങ്കിൽ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസ് അറിയുന്ന സകല ആൾക്കും വട്ടാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഏത് സയൻസിലും നമ്മൾക്ക് എല്ലാ മേഖലകളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരാളുടെ ബുദ്ധിശക്തി,
ആ ബുദ്ധിശക്തിയുടെ പ്രാമാണ്യം, അതിന്റെ ആ ലോജിക്കലായിട്ടുള്ള അതിന്റെ കഴിവ്, ഇങ്ങനെയുള്ള ശക്തിപൂർണമായിട്ടുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഉന്മാദമായിട്ട് കരുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഉന്മാദമാണ് നല്ലത്. ഈ പുറത്ത് കാണാൻ, അത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ മാതിരിയാ. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ അനുഭവത്തിലിരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭ്രാന്ത് ഈശ്വരനിലാണ്. നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും വീടുകൾ ലക്ഷക്കണക്കിൽ വീടുണ്ടാക്കുന്നതിലും കാറുകളിലും ഇതിലൊക്കെയാണ് നിങ്ങളുടെ ഭ്രാന്ത്. എനിക്ക് ഈശ്വരനിലാണ്. നമ്മുടെ രണ്ടു കൂട്ടരുടെ ഭ്രാന്ത് തമ്മിൽ ഇത്രേ വ്യത്യാസമുള്ളൂ. ഇതാ ഇന്നത്തെ ബുദ്ധിജീവികൾ, ഇന്ന് ജീവിക്കുന്ന ശാസ്ത്രജ്ഞന്മാരടക്കം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് ഉപകരിക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ് ആ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന സായുജ്യം. ആ ദേവിയുടെ കടക്കണ്ണ് കൊണ്ടാണ് എല്ലാം ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞു, സംഗീതം ലഭിക്കുന്നു, സാഹിത്യം ലഭിക്കുന്നു, ഫിലോസഫി ലഭിക്കുന്നു, ജ്യോതിഷം ലഭിക്കുന്നു, വൈദ്യം ലഭിക്കുന്നു, സകല ജ്ഞാനവും നമ്മൾ ഈ ചെറിയ ഇത്തിരി പോകുന്ന ഈ കപാലത്തിന്റെ ഉള്ളിൽ, ഈ ചെറിയ തലയോടിന്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ ഒരു ദേവിയുടെ കടാക്ഷം കൊണ്ട് അങ്ങ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഭ്രാന്ത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. നമ്മൾക്കിത് തന്നിരിക്കുന്നത് വിവേകം ഉപയോഗിക്കാനാണ്, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വെറുതെ കേട്ട് പറയാനല്ല. വിവേകം ഉപയോഗിക്കുക. ഈ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് ആലോചിക്കുക. ഇത് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് മുദ്ര കുത്ത എളുപ്പമാണ്, പക്ഷെ ആ വ്യക്തിയുടെ അനുഭവം എന്താണ്, ആ വ്യക്തി എങ്ങനെയാണ് ഈ പദത്തിൽ എത്തിച്ചേർന്നത്, അതിലെത്തിച്ചേരാൻ എനിക്ക് സാധിക്കുമോ, എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ എന്തെല്ലാം അനുഷ്ഠിച്ചിരിക്കണം, അതാണ് അവിടെ പ്രാധാന്യം. ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കണം, എന്തെല്ലാം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ഫിലോസഫിക്ക് മാത്രമുള്ള ഒരു സംഗതിയാണ്. വെസ്റ്റേൺ ഫിലോസഫിയിൽ ഇത് കാണില്ല. ഒരു ഫിലോസഫർ ആവാൻ ഒരു കസാരയിൽ ചാരിയിരുന്ന് കുറെ പുസ്തകം എഴുതിയാൽ മതി, കുറെ എന്തെങ്കിലും എഴുതിയാൽ മതി വെസ്റ്റേൺ സൈഡിൽ ഒരു ഫിലോസഫർ ആവാൻ. പക്ഷെ ഇന്ത്യയിൽ അത് പറ്റില്ല. ഇന്ത്യയിലെ ഒരു സാക്ഷാൽ യഥാർത്ഥ ജ്ഞാനിയായ ഒരു തത്വചിന്തകനായ ഒരു ഋഷിയാവാൻ, ഒരു ഋഷി കവിയാവാൻ ആ വ്യക്തിക്ക് ഒരു ധർമാധിഷ്ഠിതമായ ജീവിതം, ധ്യാനത്തിൽ യോഗത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കൂടി ആവശ്യമുണ്ട്. ഇത് പ്രകടമായൊരു വ്യത്യാസം തന്നെയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഈ ഇപ്പോഴത്തെ ബുദ്ധിജീവികൾക്ക് പഴയ ഋഷി കവിമാരുടെ ഈ വക കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈ ചെറിയൊരു ഡിഫറൻസ് കൊണ്ടാണ്. പക്ഷെ ചെറിയ ഡിഫറൻസ് വലുതാണ് കേട്ടോ, അത് മനസ്സിലാക്കണം.